രാഹുൽ മങ്കൂട്ടത്തലിനെ പൂട്ടാൻ നീക്കം ശക്തമാക്കി പോലീസ്. രാഹുൽ കസ്റ്റഡിയിലായതായും സൂചനകളുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിൽ പോലീസിനെ വിന്യസിച്ചതോടെയാണ് സംശയം ബലപ്പെട്ടത്. എന്നാൽ ഇത് പോലീസ് തള്ളി. അതേസമയം രാഹുലിനെ സംരക്ഷിക്കുന്നതിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉയർന്ന ആക്ഷേപം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളി. മുൻകൂർ ജാമ്യം തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കരുക്കൾ നീക്കിയതോടെ MLA കീഴടങ്ങാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിനിടയിൽ സുള്ളിയിൽ വെച്ച് രാഹുലിനെ SIT കസ്റ്റഡിയിൽ എടുത്തതായ വാർത്തകളും പരന്നു. എന്നാൽ ഇത് പ്രത്യേക അന്വേഷണ സംഘം തള്ളി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്താൽ തൊട്ടടുത്ത കോടതിയിൽ ട്രാൻസിസ്റ്റ് വാറണ്ട് പ്രകാരം ഹാജരാക്കാറുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കേസ് രജിസ്റ്റർ ചെയ്ത ഇടത്തിലെ കോടതിയിൽ 24 മണിക്കൂറിന് അകം ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ട്രാൻസിസ്റ്റ് വാറണ്ട് പ്രകാരം മറ്റൊരു കോടതിയിൽ ഹാജരാക്കാറുള്ളത്. കോടതി സമയം കഴിഞ്ഞും ഹോസ്ദുർഗ് കോടതി പ്രവർത്തിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തലിനെ അവിടെ ഹാജരാക്കാൻ സാധ്യതയുണ്ടെന്ന സംശയം ബലപ്പെടുകയായിരുന്നു. ഒരു അഭിഭാഷകന് ലഭിച്ച വിവരമാണ് ഹോസ്ദുർഗ് കോടതി തുറന്നു പ്രവർത്തിക്കാൻ കാരണമായത്. രാഹുൽ കസ്റ്റഡിയിലില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയതോടെ ഹോസ്ദുർഗ് കോടതിയിൽ നിന്നും പോലീസിനെ പിൻവലിക്കുകയും ചെയ്തു. രാഹുലിനായി അന്വേഷണം തുടരുകയാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രാഹുൽ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇനിയും ഒളിവിൽ കഴിയാൻ രാഹുലിന് കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഷാഫി പറമ്പിൽ MPയാണ് രാഹുലിനെ സഹായിക്കുന്നതെന്ന ആക്ഷേപം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളി. ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെയും വലിയ തരത്തിൽ അങ്ങനെ ഇപ്പോൾ ഓരോ ആക്രമണത്തിനും മറുപടി വരേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ആണെങ്കിൽ ഇതുമാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈബർ ആക്രമണത്തിൻ്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഈ കേസിലല്ല, മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും തെറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. നിയമപരമായ നടപടി, പക്ഷെ അത് നിഷ്പക്ഷമായിരിക്കണം, അതെല്ലാവർക്കും ബാധകമായിരിക്കണം. ഷാഫി പറമ്പിൽ MPയുടെ ഫോൺ പരിശോധിക്കണമെന്നതടക്കം രൂക്ഷമായ ആക്ഷേപം CPMഉം BJPയും ഉയർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറയുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.